ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും കൂടെ ഒരു കാവാലം റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അന്ന് എൻ്റെ പപ്പായുടെ അമ്മയുടെയും ഡോണയുടെ പപ്പായുടെ അമ്മയും വെഡിങ് ആനിവേഴ്സറിയാണ്. രണ്ടുപേരും ഒരേ ഡേറ്റിലായിരുന്നു. അപ്പം ഡോണ പപ്പായൊക്കെ വരുന്നുണ്ട്. അവർ അതുവഴി വന്നോളും, കോട്ടയം വഴി വന്നോളും. നമ്മൾ ഇതുവഴി എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇത് നീലമ്പേരൂർ എന്ന് പറഞ്ഞ സ്ഥലവും കഴിഞ്ഞ് വേണം കേട്ടോ കാവാലത്തേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ റാന്നിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് റാന്നിയിൽ നിന്ന് പോന്നു. പിന്നെ എൻ്റെ പപ്പായും അമ്മയൊക്കെ കോട്ടയത്തു നിന്ന്, എൻ്റെ ആങ്ങളെ ആൻറ്റിയൊക്കെ അവിടെ നിന്ന് വരുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് 2 സൈഡിലും നല്ല പാടങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ സ്ഥലം കാണാനായിട്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. സിജാച്ചൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഡ്രൈവിങ്ങിലാണ്. അതുപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു പുറത്ത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇതിന് മുന്നേ എൻ്റെ പപ്പായും അമ്മയൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ച് എല്ലാവരും നമ്മൾ കണ്ടു, സംസാരിച്ച് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷസൊക്കെ അറിയിച്ചു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വേണം നമ്മൾ ആ ചെറിയൊരു കായൽ ഷാപ്പിലേക്ക് പോകാനായിട്ട്. ഇവിടെ നമുക്ക് വള്ളത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ചൂട് കാരണം എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് വള്ളം അവിടെ റെഡി ആയിരിക്കും. അപ്പം നമ്മളെ ഇതാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇന്ന് ഈ 2 കൂട്ടരുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇത് സിജാച്ചൻ്റെ പപ്പായും അമ്മയും, ഇത് എൻ്റെ പപ്പായും അമ്മയും. അപ്പം ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് കാവാലത്ത് എത്തിയിരിക്കുകയാണ്. എൻ്റെ ഇടയിലാണ് പുറം വയ്ക്കുന്നത്. ഇതാണ് ഫേമസ് ലിതിൻ, എൻ്റെ ആങ്ങളെയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് നടന്ന് അങ്ങോട്ട് ചെല്ലണം കേട്ടോ. അപ്പം നമുക്ക് അവിടെയാണ് വെള്ളമുള്ളത്. അവിടെ നമ്മളെല്ലാവരും കൂടെ കയറി അപ്പുറത്ത് ചെല്ലണം, ബോട്ടിൻ്റെ അവിടെയാണ് നമ്മുടെ ചെറിയ റെസ്റ്റോറൻറ്റ് എന്നും പറയാം, ഷാപ്പെന്നും പറയാം. പക്ഷേ എങ്കിൽ അതൊരു ബോട്ടിലായിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോണത്. ഈ വെഡിങ് ആനിവേഴ്സറി നമുക്ക് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആക്കുന്നതായിരിക്കും. വള്ളത്തിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് 2 പേർക്കുള്ളൂ നീന്തൽ അറിയാൻ വയ്യ. എനിക്ക് നല്ലപോലെ നീന്തൽ അറിയാം. പിന്നെ അവിടെ വെച്ച് ആഘോഷിക്കാന്ന് വെച്ചാ ഇവർക്ക് പേടി, ഇവർക്ക് കേക്ക് മുറിക്കണ്ട്. ഇവിടെ ഒന്നും മുറിക്കാൻ എവിടെ മുട്ട് കൂട്ടിയിരിക്കുന്നു ചത്ത.
വള്ളത്തെ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്, നല്ല തണുത്ത കാറ്റ്. ഇതിന്റെ ഈ കേക്കാണ് കേട്ടോ നമുക്ക് മുറിക്കാനുള്ളത്. ബിഗ് ഷോപ്പർ ഇതിൽ ഏറ്റവും നീന്തൽ അറിയാത്ത അച്ചാച്ചനേ ഉള്ളൂ. നമുക്ക് ആർക്കറിയില്ല, ചേച്ചിക്ക് നല്ലപോലെ തള്ളത്തില്ലേ. നമ്മളിങ്ങനെ ഒരു ബോട്ടിൽ ഇരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. കാലിയാണോ ആ മുറി? ആ മുറി കാലിയാണോ? ഈ ഫ്രണ്ടിന് വള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ മഹാനായ ഭർത്താവ് ഓർത്തത് പേഴ്സ് അക്കരെ വെച്ച് മറന്നുപോയിന്ന്. അങ്ങനെ ആ പേഴ്സ് എടുക്കാനായിട്ട് ഇക്കരെ കരയിൽ നിന്ന് അക്കരെ കരയിലേക്ക് പോകുന്ന യാത്രയാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. സിംഗിൾ യാത്രയായിരുന്നു അത്. കട്ട് ചെയ്തിട്ട് ഒരു കേക്ക് ഒരു പീസ് വെച്ചാൽ രണ്ടുപേരും അവിടെ ഓക്കെ വെയിറ്റ് ആ ഇനി ഫോട്ടോ എടുക്കുക എടുത്തോ 2 വ്യൂ ഒന്നും എടുക്കുക ബാക്കി എല്ലാവരെയും വയലിലോട്ട് ഇച്ചിരി വെച്ച് കൊടുക്കും. രണ്ടുപേരും ഈ സൈഡിൽ നിന്ന് രണ്ടുപേരും ഈ സൈഡിൽ നിന്ന് കണ്ടിച്ച് കൊടുക്കുക. അപ്പം പെട്ടെന്ന് പടപട കാര്യങ്ങൾ നടക്കും. ഇത് കഴിഞ്ഞിട്ട് കട്ടി മില്ലിക്കൊണ്ട് കട്ട് ചെയ്ത് ഇതുപോലെ കിട്ടും. കട്ട് ചെയ്താ പോയോ? മതിയായെന്ന് നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ സ്വരം നന്നാക്കുമ്പോ പാട്ട് നിർത്തുന്നു പറഞ്ഞില്ലേ? നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ട് ആകാൻ ശിവ ഒരു കേക്ക് എടുത്തോണ്ട് പോക്കോ കഴിക്ക്. ചോറ വയ്യ കിടന്നവിടെ. ആ വാളക്കറി ഒന്ന് ഷൂട്ട് ചെയ്ത് ആ വാളക്കറിയിലുള്ള മൽപ്പിടുത്തം ഒന്ന് വിളിച്ചു. മമ്മിക്കല്ലേ ടെൻഷനൊന്നും ഇല്ലായിരുന്നു.
നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഹാപ്പിയായി. നല്ല ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ കാണിച്ചു കൊടുത്ത് നല്ല രസമുണ്ട്. നല്ല സ്പൈസായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ കരിമീൻ, അത് ഇത് മീൻതല എല്ലാം ഞങ്ങൾ കഴിച്ചു. നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് തിരിച്ചു പോവാണ് കേട്ടോ. കാറ് പാർക്ക് ചെയ്തെടുത്തോട്ട് നമ്മളെ വള്ളത്തിൽ തന്നെ തിരിച്ച് കൊണ്ടാക്കി തരും അവർ. അങ്ങനെ നമ്മൾ നല്ല ഫുഡായിരുന്നു, നല്ല ആംബിയൻസും എല്ലാം കൊണ്ട് നല്ല ഭംഗിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ നല്ല രസമുണ്ടായിരുന്നു, നല്ല സാറ്റിസ്ഫൈഡായി ഞങ്ങൾ. പിന്നെ അവിടെ ഹൗസ് ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോവാം. 1 ഡേ ട്രിപ്പായിട്ട് നമുക്കിങ്ങനെ പോവാം. പിന്നെ നല്ല കുറേ താറാക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ പോകുന്ന കാണാൻ പറ്റുമോ? ഇവർ തന്നെ വളർത്തുന്നതാണേ. അപ്പം ഒരു ചെറിയൊരു നല്ല ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇവിടെ വരാനായിട്ട് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്, നല്ല ആംബിയൻസ് ആണ്, അതുപോലെ നല്ല ടേസ്റ്റി ഫുഡും നമുക്കിവിടെ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ എത്തണം കേട്ടോ.